പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ അബ്ദുൾ റസാഖ് നിട്ടെ. റസാഖ് ടോക്സ് ലെറ്റ്സ് ടോക്ക്. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് നമുക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒന്നുകൂടി മലയാളം ടോക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു ചെറിയ കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ, ഒരു ആയുഷ്യ കൊണ്ടു മനുഷ്യ ജീവിതം കൊണ്ട് എന്തൊക്കെയല്ല പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു മോട്ടിവേഷൻ ടോക്കറാണോ, മോട്ടിവേഷൻ സ്പീക്കറാണോ? എന്താണ് ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞത്? ആരാണ് ഈ മോട്ടിവേഷൻ സ്പീക്കർ? സത്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ്. എങ്ങനെയാണ് നമ്മൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആവാൻ പറ്റൂ എന്ന് പറയുന്നതാണ് ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡിൻ്റെ ചില വാക്കുകൾ. ഞങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ കുറേ അനുഭവങ്ങൾ അറിഞ്ഞിട്ട് വരും. ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളെ ഞങ്ങളതൊരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരുപാട് ഇടപാടുകളുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രൊഫഷണൽ ലൈഫ് ഉണ്ടാവും, പേഴ്സണൽ ലൈഫ് ഉണ്ടാവും, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഇതുപോലെ കുറേ ജീവിതത്തിൽ കുറേ ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോൾ കുറേ ഘട്ടങ്ങൾ നമ്മൾ കടന്നു വരേണ്ടി പറ്റും. കുറേ ഇടപാടുകൾ ഞങ്ങൾ കടന്നു വരേണ്ടി പറ്റും. കുറേ ചർച്ചാ വിഷയങ്ങളുണ്ടാവും. കുറേ കാര്യത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയുള്ള സമയത്തിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അനുഭവങ്ങൾ കിട്ടും. ഈ അനുഭവങ്ങളെ ഒരു ഭണ്ഡാറാണ്. ഈ അനുഭവങ്ങളെ ഒരു കളക്റ്റീവ് സംഭവമാണ്. ഞങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചേർത്ത് വെക്കുക. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ കൂട്ടി വെക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് സ്വന്തത്തിൽ മനസ്സിലാവും. ഏതാണ് ഇതിൽ ശരി, ഏതാണ് ഇതിൽ തെറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ശരിയായ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരു മെമ്മറിയാക്കി വെച്ചിട്ട് അതിൻ്റെ റിപ്പീറ്റ് ചെയ്യുക. ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും നിങ്ങൾ അച്ഛനായിട്ട് എന്തോ ചെയ്യുന്നത്, നിങ്ങളൊരു ഹസ്ബൻഡായിട്ട് എന്തോ ചെയ്യുന്നത്, നിങ്ങളൊരു ഭാര്യയായിട്ട് എന്തോ ചെയ്യുന്നത്, നിങ്ങളെ ഒരു ടീച്ചറായിട്ട് എന്തോ അനുഭവങ്ങൾ പല നമ്മളൊരു റോൾ പ്ലേയേഴ്സാണ്. ഈ ഓരോരോ റോളിൽ ഞങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞങ്ങൾ ചെയ്തു വന്ന കാര്യങ്ങൾ, ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം ഒന്ന് കളക്റ്റീവാക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്തെടുക്കുക. അപ്പോഴത്തേക്ക് ഇതൊരു കളക്റ്റീവായിട്ട് ഞങ്ങൾ ഒരു കണ്ണാടിൻ്റെ മുമ്പ് നമ്മൾ സ്വന്തത്തിൽ സംസാരിക്കാൻ തുടങ്ങുക. അപ്പോഴത്തേക്ക് ഞങ്ങൾ സ്വന്തമായിട്ടൊരു മോട്ടിവേഷണൽ ടോക്കറായിട്ട്, മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറും. ഈ ലോകത്തിൽ ഒരാളും മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ടാവുന്നില്ല. നമ്മൾ സ്വന്തം ഓരോ ആളാണ്. ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യനെന്ന് പറയുന്നത് ഒരു ഭയങ്കര അഗാധമായ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഒരു ഭയങ്കര ദൈവത്തിനൊരു ക്രിയേഷനാണ്. ചിന്തിക്കേണ്ട ശക്തിയും കേൾക്കേണ്ട ശക്തിയും കാണാനുള്ള ശക്തിയും, ഏതാണ് ശരിയായത് കേൾക്കുന്നത്, ഏതാണ് തെറ്റായത് കേൾക്കുന്നത്, ഏതാണ് ശരിയായ കാണുന്നത്, ഏതാണ് ശരിയായ വാക്കുകൾ, ഇതൊക്കെയുള്ള ഒരു നല്ല രീതിയിൽ അവതരിപ്പിക്കുക, നല്ല രീതിയിൽ ഒരു ആൾക്കാർ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ പറയുന്നത് ഒരു മോട്ടിവേഷൻ ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാനുള്ളത്, ജീവിതത്തിൽ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങുക, എല്ലാവരും പോസിറ്റീവായ കാര്യങ്ങൾ പറയാൻ തുടങ്ങുക, എല്ലാവരും ഓരോ ആൾക്ക് നമുക്ക് കഴിയുന്ന പരമാവധി വാക്ക് കൊണ്ട് ഹെൽപ്പ് ചെയ്യുക. സത്യമായിട്ട് ജീവിതത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളത് മാനദണ്ഡം എന്ന് പറയുന്നത് പൈസ മാത്രമേ ഞങ്ങൾ വിചാരിച്ചത് ഒരിക്കലുമല്ല ബന്ധുക്കളെ, ഒരിക്കലുമല്ല എൻ്റെ പ്രിയമുള്ളവരെ. നമ്മൾ വാക്ക് കൊണ്ട് ഒരുപാട് ആൾക്കാരെ മെൻ്റലി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഒരാളെന്നത് എന്തെങ്കിലും ഒരു കടലാസ് കൊണ്ടിട്ട് നമുക്ക് ഒരു പേപ്പർ വർക്കിന് വേണ്ടി സഹായിച്ചിട്ട് ഒരു നമുക്ക് ഹെൽപ്പ് ചെയ്യുക. പല ഘട്ടങ്ങൾ നമ്മൾ ഓരോ ആൾക്കാർക്ക് മെൻ്റൽ സപ്പോർട്ട് കൊടുത്തിട്ട് നല്ല രണ്ട് വാക്കുകൾ പറയുന്നതാണ് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടത്തേക്ക് അവസാനിപ്പിക്കുന്ന മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ജീവിതത്തിലുള്ള ഓരോ മനുഷ്യന്മാരും ഓരോ ആൾക്കാരും മോട്ടിവേഷണൽ സ്പീക്കറാണ്. അതിനൊരു പ്രത്യേക ഒരു ദർജയും പ്രത്യേക ഒരു ഡിഗ്രിയും അതിനൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന് പോസിറ്റീവായ അനുഭവങ്ങളെ ഒരു കളക്റ്റീവായിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് സംസാരിക്കുക. നമ്മൾ ജീവിത അനുഭവങ്ങളെ മനസ്സറിഞ്ഞ് പറയുക. ഒരു സ്ക്രിപ്റ്റിൻ്റെതും ഒരു ബുക്കിൻ്റെതും ആവശ്യമൊന്നുമില്ല. ഇത്തരത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അബ്ദുൾ റസാഖ് നിട്ടെ, റസാഖ് ടോക്സ് ലെറ്റ്സ് ടോക്ക്. താങ്ക് യു.